ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും സർക്കാർ സംബന്ധമായ അറിയിപ്പുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കിനും സപ്പോർട്ടിനും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ റേഷൻ അറിയിപ്പിലേക്ക് പോകാം. റേഷൻ വിഹിതം നേരത്തെ തന്നെ കൈപ്പറ്റണമെന്ന് പൊതുവിതരണ വകുപ്പ് കമ്മീഷണർ. മെയ് മാസത്തെ റേഷൻ വിഹിതം ലഭിക്കാൻ 31 വരെ കാത്തിരിക്കരുതെന്നും പൊതുവിതരണ വകുപ്പ് കമ്മീഷണർ ഡോക്ടർ ഡി സജിത് ബാബു അറിയിച്ചു. കൂടാതെ ജൂൺ മാസത്തെ റേഷൻ വിതരണം 3-ന് തുടങ്ങുമെന്നും കമ്മീഷണർ അറിയിച്ചു. സംസ്ഥാനത്തെ 52 ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകൾ ഇതിനകം മെയ് മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട്. റേഷൻ വിഹിതം സുഗമമായി നടക്കുന്ന സാഹചര്യത്തിൽ മെയ് മാസത്തെ റേഷൻ വിഹിതം 31-ന് അവസാനിക്കും. ജൂൺ മാസത്തെ റേഷൻ വിതരണം 3-ന് ആരംഭിക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള NFSA ഗോഡൌണുകളിലെയും റേഷൻ കടകളിലെയും സ്റ്റോക്ക് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കാൻ കമ്മീഷണർ താലൂക്ക് സപ്ലൈ ഓഫീസർമാരോട് കമ്മീഷണർ നിർദ്ദേശിച്ചു. NFSA ഗോഡൌണുകളിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾക്ക് ചില ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കുന്ന രീതി നിലവിലുണ്ട്. എന്നാൽ ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലീസ് വിജിലൻസ് അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള മുഴുവൻ കുറ്റക്കാർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. വരും ദിവസങ്ങളിലെ സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.